ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞങ്ങൾ കൊച്ചി ടു ദുബായ് പോയതിൻ്റെ 1ാം വാർഷികമാണ് കേട്ടോ. മാർച്ച് 5, 2024 ഞങ്ങൾ പോയത്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. കുറേ നാളത്തെ നമ്മുടെ കാത്തിരിപ്പിൻ്റെ ഒരു അവസാനമായിരുന്നു അന്നത്തെ യാത്ര. അപ്പോൾ ഞങ്ങൾ ഡേ ടൈം ഫ്ലൈറ്റാണ് എടുത്തത് കേട്ടോ. മോനെ രാത്രിയാകുമ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഇതാവുമല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു സമയം കണക്കൊക്കെ പോയതാണ്. പക്ഷെ അവനുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, എൻജോയ് ചെയ്ത് അങ്ങിരുന്നു. അവന് കളിക്കാനൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനതൊന്നും വേണ്ടി വന്നില്ല. അവൻ അതിലത്തെ ഫ്ലൈറ്റിലുള്ള ബ്രോഷറും കാര്യങ്ങളൊക്കെ വായിച്ച് എങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കാമെന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു അവൻ. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഉറങ്ങി. പിന്നെ അവിടുത്തെ ജ്യൂസ് കുടിച്ചു. അങ്ങനെ നല്ല കുട്ടിയായിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ സമയം കഴിഞ്ഞു കേട്ടോ. നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി എന്നുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് പോയത് ഡൽഹിക്ക് പോയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. അന്ന് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊന്നും അങ്ങനെ ഉള്ള ഒരു സമയമല്ല. ഇത്രയ്ക്ക് നമ്മളെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ടൈമും അല്ല അന്ന്. 2018 കേട്ടോ സമയം, അല്ല വർഷം. അപ്പോൾ അങ്ങനെ 2-3 ഫോട്ടോസ് എടുത്തു എന്നല്ലാതെ വീഡിയോസായിട്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഇപ്പം അത് മാറി. അപ്പോൾ ഞാനങ്ങനെ പറ്റാവുന്ന വീഡിയോസൊക്കെ എടുത്തു, ഫ്ലൈറ്റിലുള്ളതൊക്കെ ആണെങ്കിലും അങ്ങനെ എടുത്തിരുന്നു. എയർ ഇന്ത്യയിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്ര. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അവർ തന്ന പേപ്പർ ബോട്ടിൻ്റെ ജ്യൂസും ഗ്ലാസ്സൊക്കെ നല്ല ഗ്ലാസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര നമ്മൾ പറയാം ടെമ്പർ കൂടിയ ഗ്ലാസ് എന്നൊക്കെ അല്ലേ, നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ്. പേപ്പർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിരുന്നു കേട്ടോ. അതും പെട്ടെന്ന് അങ്ങനെ നാശമായി പോകുന്ന ഗ്ലാസ് അല്ല. പിന്നെ ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ദുബായിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ദുബായിലെ അറബി നാട്ടിലേക്ക് കാലുകുത്തി. അതിൻ്റെ സന്തോഷമുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ റൂമിലേക്ക് പോകാൻ പോകുന്നു ടാക്സിയിൽ. അവിടെ റൂമിലെത്തി. എത്തിയപാടെ അവൻ്റെ വിക്രിയകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അന്ന് ഞങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും പിന്നെ ചിക്കനും. അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, ഏത് ഫുഡ് വാങ്ങിയാലും അതിൻ്റെ കൂടെ കുറേ ക്യാരറ്റും കുക്കുമ്പറൊക്കെ കിട്ടുന്നു. ഞാനും വിചാരിച്ചതൊക്കെ എന്തിനാണാവോ എന്ന്. പിന്നീട് ഞാൻ വെയിറ്റ് ലോസ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കി മനസ്സിലായത് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. കാരണം ഞാനിതൊന്നും കഴിച്ചിരുന്നില്ല. കൊണ്ടുവന്നത് ആ ബോക്സ് അങ്ങനെ തന്നെ കളയായിരുന്നു, കഴിച്ചിരുന്നില്ല. നമുക്കങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല, ശീലമില്ലാത്തൊരു കാര്യമാണ്. മാക്സിമം പോയൊരു സർലാസ് കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് ക്യാരറ്റ്. അതിലും കൂടുതൽ ഇത്രയും ഹെവി ആയിട്ടൊന്നും കഴിക്കണ പരിപാടിയില്ല. അതിൻ്റെ കൂടെ ദുബായിൽ ചെന്നിട്ട് ഫുഡ് വാങ്ങി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുറേ ഇലകളും കായ്കളൊക്കെ കിട്ടും കഴിക്കാമെന്ന്. ഈ ഇലയൊന്നും കഴിച്ച ഒരു ശീലമില്ല. അപ്പോൾ നമ്മളതൊക്കെ ഭംഗിയായിട്ട് മാറ്റിക്കും. ചിലപ്പോൾ ഹസ്ബൻഡ് കഴിക്കും, ഞാൻ എന്തായാലും അത് കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. അത് ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ബോട്ടിങ്ങിൽ വേണം പോകാനായിട്ട്. പക്ഷേ നല്ലൊരു സംഭവമാണ് കേട്ടോ. അതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ഈ ബോട്ടിങ്ങിൻ്റെ. അബ്ര എന്ന് തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര്. എനിക്ക് മുഴുവൻ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ചുറ്റും കെട്ടിടങ്ങൾ, അതായത് തന്ത്രപ്രധാനമായ ഏരിയകൾ എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ബിസിനസ് ഏരിയാസാണ്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതിങ്ങനെ ബിസിനസ് മാത്രം നടക്കുന്ന ഏരിയകളാണ്. അതായത് ഗോൾഡ്, സ്പൈസ്, പിന്നെ ഇനി എന്തൊക്കെ ബിസിനസ് ഉണ്ട് ദുബായിൽ, അതെല്ലാം നടക്കുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ പലതരം ബോട്ട് സർവീസുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പണ്ടത്തെ ഒരു കോയിൻ ബോക്സ് സിസ്റ്റമാണ്. അതായത് ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചിരുന്നവർക്ക് അറിയാം ഇങ്ങനെ. പക്ഷെ ഇപ്പോൾ അത് വർക്കിംഗ് ഒന്നല്ല, അവിടെ ഒരു ഭംഗിക്ക് ഒരു വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി, നെസ്റ്റോയിൽ പോയി. മോൻ ഭയങ്കര ഹാപ്പി, ഇങ്ങനെ ട്രോളിയൊക്കെ തള്ളിക്കൊണ്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ, അവൻ്റെ ചോക്ലേറ്റുകൾ തന്നെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കണ്ടപ്പോഴേ അവൻ ഭയങ്കര ഹാപ്പി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി റൂമിലൊക്കെ വെച്ചു. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ആ സമയത്ത്. ജസ്റ്റ് ഒരു കേക്ക് മുറിച്ച് അവിടെ ഒന്ന് ആഘോഷിച്ചു. പിന്നെ ഞങ്ങൾ ചെന്ന ആ സമയത്ത് ഒരു ഇതുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒടുക്കത്തെ ചൂട് എന്നുള്ള രീതിയിൽ ചെന്ന് എത്തിയപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ചൂടായിരുന്നില്ല, മഴയോട് മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ 2 ദിവസം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ദുബായ് മൊത്തം വെള്ളത്തിൽ മുങ്ങി എന്നുള്ള പറയില്ലേ, അതുപോലെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു കേരളത്തിൽ നിന്ന് പോകുന്നില്ലെന്ന് തോന്നിപ്പോയി. അതുപോലത്തെ ഒരു മഴയുടെ ഫീലായിരുന്നു അവിടെ. എന്നിട്ട് നമ്മൾ മഴയുടെ അടുത്ത് പറയുന്നു, മഴ നാട്ടിലേക്ക് പോകും, കേരളത്തിലേക്ക് പോകും, ഇവിടെ മഴ പെയ്യണ്ടെന്ന് പറയുന്നു. എന്നിട്ട് നാട്ടിൽ കൊടിയ ചൂടായിരുന്നു ആ സമയത്ത്, മാർച്ചിൽ. പക്ഷെ മഴ അവിടെ തന്നെ തകർത്ത് പെയ്തിട്ടുണ്ട്. അത്യാവശ്യം അവിടെ നമുക്ക് ഒരു 2 ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം നമ്മൾക്ക് ഈ മഴ പരിചയമില്ല, ദുബായിൽ മഴ പരിചയമില്ല. നമ്മളത് കാരണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നല്ല പോയത്. പിന്നെ നമുക്ക് വണ്ടി വിളിച്ചാലും പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കാണുന്ന അവിടെ നിന്ന് വരുന്ന വീഡിയോസിലെല്ലാം ഫുൾ ബ്ലോക്കാണ്. കാറുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ ഒഴുകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളും സേഫ്റ്റി
പ്രധാനം എന്ന് വിചാരിച്ച് നമ്മൾ 2 ദിവസം പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ മാറിയിട്ടോ, പെട്ടെന്ന് മഴ സ്റ്റോപ്പായി. പിന്നെ അടുത്തൊരു പ്രത്യേകത, മഴ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളമൊക്കെ പോയി കിട്ടും. നമ്മുടെ പോലെ അങ്ങനെ കുറേ ദിവസം നിൽക്കൊന്നുമില്ല അങ്ങനെ. പിന്നെ ഞങ്ങളവിടെ മിറാക്കിൾ ഗാർഡൻ കണ്ടു. മിറാക്കിൾ ഗാർഡൻ്റെ പേര് മിറാക്കിൾ ഗാർഡൻ തന്നെ, അത്ഭുത പൂന്തോട്ടം. അത് നടത്തുന്നവരുടെയും അവരുടെ എഫിഷ്യൻസിക്ക് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും അവർ എന്തൊക്കെ ചെയ്ത് കൂട്ടണമെന്ന്. അങ്ങനെ ഇത് ഞങ്ങൾ ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്തതാണ് കേട്ടോ. 32 ആണ് അന്ന്, 23 വെറുതെ അവളൊരു. ഇതിൻ്റെയൊക്കെ വീഡിയോസും ഷോർട്സൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലല്ലേ 2024 മാർച്ച് തൊട്ടേക്ക് ആവണം ജൂൺ വരയ്ക്കും ഞാൻ ദുബായ് വ്ളോഗ് എന്നും പറഞ്ഞ് കുറേ വീഡിയോസ് ആ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ദുബായിൽ പോയി അതിൻ്റെ എല്ലാ വിശേഷങ്ങളും ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ 1-ാം വാർഷികമായപ്പോൾ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ അവിടെ തന്നെ കുക്കിങ്ങൊക്കെ ആയിരുന്നു. പൊന്നിയുടെ അരി വാങ്ങി കുക്കിങ്, ചപ്പാത്തി ഹാഫ് കുക്കഡ് വാങ്ങിയിട്ട് അത് വേവിച്ച് കഴിക്കും, ചായ ടീ ബാഗിൻ്റെ ചായ വെച്ച് കുടിക്കും, പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ദുബായ് മോള് കണ്ടു. ദുബായ് മോളിൽ കയറിയിറങ്ങി കണ്ടിറങ്ങി പോകുന്നു എന്ന് പറയാം. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, കാരണം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ യാത്ര. ഭയങ്കരമായിട്ട് നഷ്ടം വന്നാൽ ശരിയാവില്ലല്ലോ. അത് കാരണം കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് വാങ്ങാനൊന്നും നിന്നിട്ടില്ല. കാരണം അവിടെ തൊട്ടാൽ നമ്മുടെ പൈസ പോവുകയും ചെയ്യും. നമുക്ക് അത്രയും എന്താ പറയുക, നഷ്ടം വരും. നമുക്ക് അതിനുള്ള മാർഗ്ഗമില്ല. അതുകൊണ്ട് നമ്മളെ ദുബായിലെത്തി. ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് പോയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ബുർജ് ഖലീഫ കണ്ടു, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്. അതിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളുടെ യാത്ര ഒരുവിധം മെട്രോയിലും പിന്നെ അവിടുത്തെ ബസ്സിലൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് കുഴപ്പമില്ല, നമുക്കൊരു കൺവീനിയൻ്റ് ആയിരുന്നു. പിന്നെ കുറേ സമയമൊക്കെ ഞങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നടക്കാൻ. എന്ന് വെച്ചാൽ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാമല്ലോ. നമ്മളിങ്ങനെ ഒരു വാഹനത്തിലിരുന്ന് പോകുമ്പോൾ പെട്ടെന്ന് പോകുന്ന പോലെയല്ല, കുറച്ച് സമയമൊക്കെ നടക്കുകയാണെങ്കിൽ ഒരു രസമാണല്ലോ. അപ്പോൾ ഞാൻ കുറേയൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ നടന്നൊരു ഇതാകുമ്പോഴത്തേനും ഈ ചൂട് കാരണം നമുക്ക് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വരും. നമ്മുടെ ഇവിടുത്തെ പോലെ കുറേ ചൂടാകുമ്പോൾ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ തണലുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. കുറച്ച് നടന്ന കറക്റ്റ് അതിൻ്റേതായ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ അവിടേക്ക് നമ്മൾ പിന്നെയും കുറേ ദൂരം നടക്കേണ്ടി വരും. അങ്ങനെയുണ്ട്. പിന്നെ ആ സമയത്ത് റംദാൻ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം റംദാൻ നോമ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നോക്കുമ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2 ദിവസത്തിന് മുന്നേ ഇപ്രാവശ്യം നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ KFCയിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഒരു ലബനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. മാക്സിമം ഞങ്ങൾ റൂമിലത്തെ ഫുഡ് തന്നെയാണ് കഴിച്ചിട്ടുള്ളൂ. പുറത്തുനിന്നുള്ള ഫുഡ് അധികം കഴിച്ചിട്ടില്ല. പിന്നെ മോന് അധികം ഇങ്ങനത്തെ ഫുഡിനോട് താല്പര്യം ഇല്ല. പിന്നെ അവിടെ പുറത്ത് പോയിട്ടൊന്നും ആവാനെ കഴിക്കില്ല. നമ്മൾ ഇങ്ങനെ തേനെ പാലേ കണ്ണേന്നൊക്കെ പറഞ്ഞിരുന്നാലാണ് ചിലപ്പോൾ ഒന്ന് കഴിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കുറേ സമയം ഇരുന്ന് ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ റൂമിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതായിരുന്നു. പിന്നെ എനിക്കും കുറച്ച് ടെൻഷനായിരുന്നു ഈ പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചിട്ട് എന്താകും. അവിടത്തേക്ക് ഫുഡ് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം, നമ്മൾക്ക് തീരെ കഴിക്കാത്ത ഭക്ഷണം. പിന്നെ ഞാനും കുറച്ച് ഒരു സെലക്റ്റീവാണ് ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ. എല്ലാ ഫുഡും കയറി കഴിക്കൊന്നുമില്ല. എനിക്ക് കുറച്ച് ഫുഡ് ഇഷ്ടമുണ്ട്, അത് മാത്രമേ കഴിക്കുള്ളൂ. അല്ലാതെ വേറെ പുതിയതായിട്ടൊരു സാധനം ഞാൻ കഴിക്കില്ല. അങ്ങനത്തെ കുറച്ച് റൂൾസ് എൻ്റെ മൈൻഡിലുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ മോനും എനിക്കും ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നതിന് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം വീട്ടിൽ തന്നെ കഴിച്ച് പുറത്തേക്ക് പോകുമായിരുന്നു. പിന്നെ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പുറത്തുനിന്ന് പോയി ഫുഡ് കഴിച്ച് എന്തായാലും നമ്മുടെ പോക്കറ്റ് കുറേശ്ശെ കാലി തുടങ്ങും. അപ്പോൾ നമ്മൾ പോയത് നമുക്ക് എൻജോയ് ചെയ്യുക, യാത്ര മാക്സിമം പൈസ കുറയ്ക്കാൻ പറ്റാവുന്ന ഏരിയകളൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ ഗോൾഡ് സൂക്കിൽ പോയിട്ടുണ്ട്. അവിടുത്തെ പിന്നെ ഒന്നും പറയണ്ടല്ലോ, സ്വർണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ, ടോയ്സ്, സ്പൈസ് മാർക്കറ്റ് ഒന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ, ഒക്കെ കണ്ടു പോന്നു. പിന്നെ KFCയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്തേണ്ട ഒരു ചെറിയൊരു ബില്ലാണ് എൻ്റെ കയ്യിലിരിക്കണത്. അത് ചെറുതായിട്ട് വലിയ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. പക്ഷേ എന്ത് വാങ്ങണം ഏത് വാങ്ങണം എന്നറിയാത്ത കൺഫ്യൂഷനായിരുന്നു അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ. ഈ റോ കൂടെ പോകണം, അതിൽ കൂടെ പോകണം, ഇതിൽ കൂടെ പോകണം, എല്ലായിടത്തും കൂടെ തിരിച്ചു വരുന്നു. അത് വാങ്ങണം ഇത് വാങ്ങണം. മോനാണെങ്കിൽ കണ്ടതെല്ലാം വാരിപ്പുറക്കി ട്രോളിയിലിടുക. പിന്നെ ഞങ്ങളതെടുത്ത് തിരിച്ചു വയ്ക്കണം. ഒരു ഇതായിരുന്നു അവിടെ. നല്ല രസമുള്ളൊരു സമയം തന്നെയായിരുന്നു കേട്ടോ.
പിന്നെ എന്തായിരുന്നു, ഞങ്ങളെ ട്രിപ്പ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച അത്ര ദിവസം നിന്നില്ല. ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോന്നു. പോരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അത് വീഡിയോസൊക്കെ മുന്നേ കണ്ടവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് ദുബായിലേക്ക് പോയി, സേഫായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സേഫായിട്ട് തിരിച്ച് നമ്മുടെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു, അങ്ങനെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ഫ്രം സീ.